പെൺകുട്ടികൾ വീട്ടിലുള്ള എല്ലാ അമ്മമാർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഉണ്ട് ഒരു പെൺകുട്ടി, അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് ഞായറാഴ്ച രാത്രി ഏതാണ്ട് 10 മണി ആവാറായിട്ടോ. ഞാൻ ഈ ടൈമിൽ കിച്ചണിൽ ഒരു ചിക്കൻ കറി വെക്കുന്ന ഒരു പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോൾ ഹോളിലിരുന്ന് ഡാഡിയും മക്കളൊക്കെ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇതിപ്പോൾ വേറെ എന്തോ ആണല്ലോ കാണുന്നതെന്ന്. നമുക്ക് സിനിമയുടെ ആ ഭാഗങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റിൽ പിടിക്കും. അതുകൊണ്ട് ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് മാറ്റിയതേ ഉള്ളേ. ഞാൻ ഇവിടെ രാത്രിത്തേക്കുള്ള ചപ്പാത്തിക്കുള്ള ചിക്കൻ കറി കുക്ക് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ ഹോളിലെ പ്രശ്നം എന്താ, ആഭ്യന്തര പ്രശ്നമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് കിച്ചണിൽ വരെ കേൾക്കാമായിരുന്നു. തിങ്കളാഴ്ച രാവിലെ സ്കൂളിൽ പോകണം. പിള്ളേർ 7:30 മണിക്ക് വീട്ടിൽ നിന്ന് പോകും. ആ ടൈമിൽ എൻ്റെ മോൾക്ക് ബുഷ് വേണം. മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിയാണ് ഇപ്പോൾ ലീഡർ. അപ്പോൾ ഈ എല്ലാ കുട്ടികളും ഹെയറൊക്കെ നന്നായിട്ട് കെട്ടിയിട്ടുണ്ടോ, ബ്ലാക്ക് ബുഷൊക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം ആൾക്കാണ്. ആളുടെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ 2 ബുഷ് എടുക്കാനുമില്ല. എന്തോരം ബുഷാന്ന് പറയുമോ മേടിച്ചു കൊടുക്കുന്നേ. സ്കൂൾ തുറന്ന ടൈമിലൊക്കെ ഒരു വലിയ പാക്കറ്റാണ് മേടിച്ചു കൊടുത്തത്. ഓരോ ദിവസവും ഓരോ ബുഷ് എടുക്കും. പിന്നെ അത് ക്ലാസ് വിട്ട് വരുമ്പോൾ എവിടെയെങ്കിലും അതുകൊണ്ടേ ഇടും. നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നത് പിറക്കി പുള്ളിക്കാരിക്ക് ഒരു ബോക്സ് ഉണ്ട്, അതിൽ കൊണ്ടേ ഇട്ട് കൊടുക്കും. പക്ഷേ എത്ര സൂക്ഷിക്കാൻ പറഞ്ഞാലും സൂക്ഷിക്കത്തില്ല. ഇപ്പോൾ 8th കേട്ടോ, കൊച്ചു കുഞ്ഞൊന്നുമല്ല. പക്ഷേ നല്ല കൊഞ്ചിക്കലൊക്കെ ആയതുകൊണ്ട് ആള് അത്രയും സൂക്ഷ്മക്കുറവാണ്. എന്ത് ചെയ്യാനാ, എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ പിള്ളേരെ എല്ലാം നമുക്ക് വളരെ അറിയാമല്ലോ. അപ്പോൾ രാത്രിത്തെ ആഭ്യന്തര കലഹമാണ്. ഇപ്പോൾ തന്നെ ഈ രാത്രി 10 മണിക്ക് കടയിൽ പോയി ബുഷ് മേടിക്കണം. അപ്പോൾ ഡാഡിയും മോളും കൂടെ നല്ല അംഗമാണ്. ഡാഡി പറയുക, ഞാനിത് എവിടെ പോയി മേടിക്കാനാണ് ഈ ഒരു ടൈമിൽ. മോള് പറയുക, വാ ഡാഡി നമുക്ക് അന്വേഷിച്ച് പോവാന്ന്. അപ്പം ഞാനിതെല്ലാം കേട്ടിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ ഞാൻ നേരെ എൻ്റെ റൂമിലോട്ട് കയറിയിട്ട് ഒരു ബുഷ് ചെയ്യാനുള്ള, ഞാൻ ചുമ്മാ അങ്ങ് പോയതൊന്നുമല്ല. ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, എനിക്ക് ചെവി തല തന്നില്ല, ഞാൻ എന്താ ഇപ്പം ചെയ്യേണ്ടത്? കടയിൽ പോകണോ, അന്വേഷിക്കാൻ പോകണോ, ഈ പാതിരാത്രി ഇത് എവിടെ കിട്ടാനാണ്? അപ്പം ഞാൻ പറഞ്ഞേ, സാരമില്ല, ഒന്നും മിണ്ടണ്ട, ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ ഞാൻ നോക്കിക്കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പുള്ളിക്കാരത്തോട് ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഞാനിപ്പോൾ ബുഷ് ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ അടുക്കളയിൽ നിർത്തത്തേയില്ല. മമ്മി വാ മമ്മി എന്നും പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ഇതിൽ ഇടപെടാത്ത രീതിക്കാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പണിയെല്ലാം കിച്ചണിൽ ഒതുക്കിയതിന് ശേഷം, അല്ലാന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ കുറേ വൈകുമല്ലോ, ഞാനതെല്ലാം ഒതുക്കിയതിന് ശേഷം ഞാൻ നേരെ എൻ്റെ ആ ഒരു മുറിയിലേക്ക് കയറി ലോക്കിട്ടു. എന്നിട്ട് 2 തുണി നമ്മളുടെ കയ്യിലാകുമ്പോൾ അത്യാവശ്യം ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്, റെഡ്, വൈറ്റ് എല്ലാം തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു ചെറിയൊരു വെട്ട് കഷ്ണം എടുത്തിട്ട് ഇതേപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തു. ഇപ്പം നമ്മൾ തയ്ക്കുന്ന ഒരാളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ തയ്യൽ മെഷീൻ വീട്ടിലുള്ള ഏതൊരാൾക്കും ഇതിനങ്ങനെ പ്രത്യേകിച്ച് തിയറിയോ പ്രാക്ടിക്കലോ ഒന്നും തന്നെ ഇല്ല. ഒരു ചെറിയ കഷ്ണം അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ നീളവും വീതിയും പറയുവാണെങ്കിൽ നീളം ഒരു 10-12 എടുക്കാം, വിട്ട് ഒരു 2 ഇഞ്ച് എടുക്കാം. എന്നിട്ട് നേരെ അതങ്ങ് കട്ട് ചെയ്തിട്ട് എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കാം. എനിക്കിപ്പോൾ തൽക്കാലം 2 എണ്ണം മതി. കാരണം എന്താ, നാളെ 2 എണ്ണം മതി. പോണിറ്റെയിലാണ് കെട്ടുന്നത്. അപ്പോൾ പിന്നെ പിന്നെയും കൂടെ ഇടണം. കുറച്ച് ഹെയറിന് ഇപ്പോൾ ലെങ്ത്ത് വെച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ക്ലാസ്സിൽ നിന്ന് പറഞ്ഞിട്ടുമുണ്ട് ഇത് പിന്നി കെട്ടണം എന്ന്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരു ഇലാസ്റ്റിക്കോ ഉണ്ടായിരുന്നു. നമ്മൾ ആ കൊറോണ ടൈമിലൊക്കെ മാസ്കിനൊക്കെ വെക്കാൻ മേടിച്ച ഇലാസ്റ്റിക് ഉണ്ടായത് കൊണ്ട് അതും ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇടപിടിയുന്ന 2 ബുഷ് സെറ്റാക്കി കൊടുത്തിട്ടോ. ഈ പെൺമക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലത്തെ ഐറ്റംസ് നമ്മൾ എത്ര മേടിച്ചു കൊടുത്താലും ഇതുങ്ങൾ സൂക്ഷിക്കത്തില്ല. അത് എവിടെയെങ്കിലും കൊണ്ടേ വലിച്ചെറിഞ്ഞ് ഇടും. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 5-6 കോഴിക്കുഞ്ഞുമുണ്ട്. അപ്പോൾ ഈ കോഴിക്കുഞ്ഞാണെങ്കിൽ ഈ ഒരു ബുഷ് കണ്ട അത് അപ്പോൾ കൊത്തി തിന്നുകയും ചെയ്യും. പുള്ളിക്കാരത്തിൻ്റെ പെറ്റാണ് കേട്ടോ കോഴിക്കുഞ്ഞ്. അപ്പോൾ കോഴിക്കുഞ്ഞ് തിന്നുന്നത് കൊണ്ട് പുള്ളിക്കാരിക്ക് അതങ്ങനെ കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്, കോഴിക്കുഞ്ഞിന് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ 2 എണ്ണം സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പെൺകുട്ടികൾ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര മേടിച്ചിട്ടും നമുക്ക് കാര്യമില്ല. അപ്പോൾ വേസ്റ്റ് ക്ലോത്ത് കൊണ്ട് ഇങ്ങനെ അങ്ങ് ശരിയാക്കി. അപ്പോൾ ഞാൻ രാവിലെ ആ ഒരു ചെയ്ത് കൊടുത്ത ബുഷ് ഇട്ടിട്ടാണ് ആള് സ്കൂളിൽ പോയിരിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് ഒരു സമയത്ത് ഈ ഒരു സ്ക്രീനിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഓണമൊക്കെ ആകുമ്പോൾ നല്ല ഓഫറിൽ വളരെ നിസ്സാര വിലക്കുറവിലാണ് കേട്ടോ. നിസ്സാര വിലക്കുറവ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മേടിക്കുന്ന TV യുടെ അത്രയൊന്നും പ്രൈസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.